Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ സർവേ കോപ്സും മിലിറ്ററി പോലീസും അവരെല്ലാവരും വലിയൊരു സേനയായി മാറി കുതിരപ്പുറത്ത് കയറി ഇപ്പോൾ ഹീറോയെ അന്വേഷിച്ചു പോവാണ്. കട്ട് ചെയ്ത ഇപ്പൊ രണ്ട് കൈകൾ നഷ്ടപ്പെട്ട നമ്മുടെ ഹീറോ അവനാണെങ്കിൽ എഴുന്നേറ്റിരിക്കുകയാണ്. റെയ്നർ ആണെങ്കിൽ ഹീറോയോട് പറയും, ഓ നീ എഴുന്നേറ്റോ, നിന്റെ കൈ നഷ്ടപ്പെട്ടു പോയല്ലേ, എന്നോട് ക്ഷമിക്കണം. ആ ടൈറ്റന്റെ കയ്യിൽ നിന്ന് നിന്റെ രണ്ട് കൈകൾ എടുക്കാൻ മാത്രം ഞാൻ വിട്ടുപോയി. പക്ഷെ കുഴപ്പമില്ല, നിനക്ക് ജീവനുണ്ടല്ലോ. അത് കേട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ വീണ്ടും അവന്റെ ബോഡിയിൽ ആഞ്ഞു കടിച്ച് ടൈറ്റനായി മാറാൻ ശ്രമിക്കും. ഡെയ്മർ ആണെങ്കിൽ ഇപ്പൊ ഹീറോയെ തടയാണ്. നീ ഇപ്പോ ടൈറ്റനായി മാറാൻ പാടില്ല, നീ ഒന്ന് ചുറ്റും നോക്ക്. നമ്മളിപ്പോ വാൾമറയ്ക്കുള്ളിലുള്ള വലിയൊരു കാട്ടിലാണ്. ഇവിടെ നോക്കിയ വാൾറോസ് കാണാൻ പോലും സാധിക്കില്ല. സോ വെറുതെ ടൈറ്റനായിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഇന്ന് വിളിച്ചു കൂവിയിട്ട് യാതൊരു കാര്യവുമില്ല. താഴെ കിടക്കുന്ന ആ ഒരു ടൈറ്റനും നമ്മുടെ സൈഡിലുള്ള ആ ഒരു ടൈറ്റനും അവറ്റകൾ രണ്ടും അബ്നോർമൽ ടൈറ്റൻസ് ആണ്. അവറ്റകൾ നോക്കുന്നത് നമ്മളെ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടോ അവറ്റകൾ നമ്മളിപ്പോ അറ്റാക്ക് ചെയ്യുന്നില്ല. പിന്നെ ഈ കാണുന്ന രണ്ട് തെണ്ടികൾ, അവരുടെ കയ്യിൽ 3D മാനുവൽ ഗിയർ ഉണ്ട്. സോ നീ ടൈറ്റനായി മാറിക്കഴിഞ്ഞാൽ അവരും ടൈറ്റനായി മാറി തകർത്ത് താഴെയിട്ട് വീണ്ടും ഈ മരത്തിന് മുകളിലേക്ക് കയറി വരും. സോ ചിന്തിച്ചു വേണം നീ ഓരോ തീരുമാനങ്ങളും ഇപ്പോൾ എടുക്കുക. ടീനറാണെങ്കിൽ ഹീറോയുടെ അവസ്ഥ കണ്ട് ഇപ്പൊ ചിരിക്കും. നിന്നെ കൊണ്ട് ഇപ്പൊ ടൈറ്റനായി മാറാൻ കഴിയില്ല. നിന്റെ ബോഡി അത് റീജനറേറ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് പവർ ആവശ്യമാണ്. ഹീറോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ചതിയന്മാരെ, ഇനി നിങ്ങളുടെ വാക്ക് ഞാൻ വിശ്വസിക്കില്ല. ഒന്നെനിക്കറിയാം, ടൈറ്റനെ കുറിച്ച് എന്നെക്കഴിഞ്ഞ് നന്നായിട്ട് നിങ്ങൾക്കറിയാം. ടീമർ ആണെങ്കിൽ ഇപ്പൊ റെയ്നറിനോട് ചോദിക്കും, ഇപ്പോ അവൻ ഉണർന്നിരിക്കുകയാണ്, എങ്കിലും നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് പറ. അതിന് റെയ്നർ പറയും, നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഒരു പദ്ധതി ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ വിളിച്ചാലുടനെ നിങ്ങൾ ഓടി വരില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സോ ഫൈറ്റ് ചെയ്യണമെങ്കിൽ അതാവാം. പക്ഷേ ഇപ്പൊ ഫൈറ്റ് ചെയ്ത ബാക്കിയുള്ള ടൈറ്റൻസ് ഓൾറെഡി തളർന്നിരിക്കുന്ന നമ്മളെ ഈസി ആയിട്ട് കൊന്നു തിന്നും. സോ രാത്രി വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനാണെങ്കിൽ പോലും രാത്രി വരെ കാത്തിരുന്നേ പറ്റൂ. ഇവരിനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഞങ്ങളെ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി കൂടായിരുന്നു. അത് കേട്ട് ട്രെയിനർ ചിരിക്കും. ഇത് ആവശ്യമില്ലാത്ത ചോദ്യമാണെന്ന് പറയും. ഇവിടെ ഹീറോ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ടൈറ്റനായി മാറി രക്ഷപ്പെടാൻ തന്നെയായിരിക്കും പ്ലാൻ ചെയ്യുക. പക്ഷെ അവന് പിന്നീട് മനസ്സിലാവും, അപ്പൊ അവൻ ടൈറ്റനായി മാറിയ അവൻ കരുതും പോലെ അവന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന്. ആ നിമിഷം തന്നെ അവൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നവരെ കുറിച്ച് ചിന്തിക്കും. ഇനി ഒരു പക്ഷേ അന്വേഷിച്ച് ഇവിടേക്ക് വരുമായിരിക്കോ? അങ്ങനെ വന്ന വലിയ അപകടമാണ്. ഇവിടെ ഓൾറെഡി ഒരുപാട് ടൈറ്റൻസും ഉണ്ട്. ഇവരാണെങ്കിൽ വീണ്ടും വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ മതിലിന്റെ അടുത്തുണ്ടായിരുന്ന ടൈറ്റൻസിന് രാത്രിയും അവേക്കൻ ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു. അവറ്റകൾ യാത്ര ചെയ്യുമായിരുന്നു. ഇവിടെയുള്ള ടൈറ്റൻസിന് അതിന് കഴിയില്ലേ? റെയ്നർ ആണെങ്കിൽ ടെററായിട്ട് അവളെ നോക്കും. നിനക്ക് ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. ഇവിടെയുള്ള ടൈറ്റൻസിന് അതിന് കഴിയില്ല. ഉടനെ ഹീറോ ആണെങ്കിൽ അവളെ നോക്കും. ഇവൾക്ക് ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. ടൈറ്റൻസിനെ കുറിച്ചുള്ള രഹസ്യം അത് ഇവൾക്കും എന്നെ കഴിഞ്ഞ് നന്നായിട്ട് അറിയാം. സത്യത്തിൽ എന്തൊക്കെയായിരിക്കും ഇവർക്ക് അറിയാമായിരിക്കുന്നത്? ഇപ്പൊ ഞാൻ വികാരങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്തതിന് ശേഷം എന്നെ കൊണ്ട് പറ്റും പോലെ മാക്സിമം ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇവരിൽ നിന്ന് ബുദ്ധിപൂർവ്വം കൈക്കലാക്കണം. അതേസമയം കൊണ്ട് തന്നെ എന്റെ ബോഡി അത് റീജനറേറ്റ് ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള പ്ലാനും ആസൂത്രണം ചെയ്യണം. വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ചുറ്റുമുള്ളവരെല്ലാവരും അതിബുദ്ധിമാന്മാരും അതുപോലെ തന്നെ ശക്തരുമാണ്. അതായിരിക്കും മറ്റൊരു കാര്യം ഇപ്പോൾ റിവീൽ ചെയ്യുന്നത്, ടൈറ്റൻ റീജനറേഷൻ. ടൈറ്റൻസ് ആയിരിക്കുന്നവർക്ക് അവരുടെ ശരീരഭാഗങ്ങൾ ഏതു തന്നെ നഷ്ടപ്പെട്ടു പോയാലും സമയമെടുത്ത് അത് റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതാ ഹീറോ ആണെങ്കിൽ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന അതേ സമയം തന്നെ ഇവിടെ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ വലിയ വെടിയും പടക്കമൊക്കെ പൊട്ടിച്ച് സിഗ്നലൊക്കെ കൊടുത്ത് ഏകദേശം ആ കാടിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. സുന്ദരിപ്പെണ്ണ് മിക്കാസി ആണെങ്കിൽ വളരെ സ്പീഡിൽ പോകുന്ന കണ്ട ഹാനസ് ആണെങ്കിൽ അവളോട് പറയും, നീ ഇത്ര സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ല, തീർച്ചയായിട്ടും അവനൊന്നും സംഭവിക്കില്ല. കട്ട് ചെയ്ത ഇവിടെ എയ്മർ ആണെങ്കിൽ റെയ്നറിനോട് കുടിക്കാൻ ഒരല്പം വെള്ളം തരുമെന്ന് ചോദിക്കും. അതിനവൻ പറയും, ഇപ്പൊ വെള്ളം തരാൻ പറ്റിയ സാഹചര്യമല്ല, അല്പം റെസ്റ്റ് എങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ അതാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അവർ റെസ്റ്റ് ചെയ്യാനൊന്നും സമ്മതിക്കും തോന്നുന്നില്ല. മതിൽ വിചാരിച്ച പോലെ ഓളൊന്നുമില്ല. പ്രമോഷന്റെ കാര്യമൊക്കെ തീരുമാനിക്കാം. അങ്ങനെ എന്തൊക്കെയോ ഇപ്പൊ റെയ്നർ പറയാനായിട്ട് തുടങ്ങും. റെയ്നോൾഡ് ആണെങ്കിൽ ഇപ്പൊ റെയ്നറിനെ വിളിക്കും. അതിന് റെയ്നർ ആണെങ്കിൽ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ, നമ്മളൊരു സോൾജിയർ ആണെങ്കിൽ പോലും ഇത്രയും കാലത്ത് നമ്മുടെ പെർഫോമൻസ് അത് വളരെ മികച്ചതായിരുന്നില്ല. പ്രമോഷൻ കിട്ടാനുള്ള 100% അർഹതയെ നമുക്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് കേട്ട് എയ്മർ ആണെങ്കിൽ ബണ്ടടിച്ച്, നീ എന്ത് തേങ്ങയാണ് പറയുന്നതെന്ന് അവനോട് ചോദിക്കും. പിന്നെ അവൻ പറയും, ചാടിക്കയറി പ്രമോഷൻ തരണം എന്നല്ല, പക്ഷേ അതെനിക്ക് ഡിസർവ് ചെയ്യുന്നതാണ്. സത്യത്തിൽ ആ പീരങ്കി ആ സമയത്ത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അതപ്പ കിട്ടിയില്ലായിരുന്നെങ്കിൽ ടൈറ്റൻ അതെന്റെ കഥ കഴിച്ചേനെ.
ക്രിസ്റ്റീൻ നല്ല പെൺകുട്ടിയാണ്, അവള് എന്റെ മുറിവിലെല്ലാം മരുന്ന് വെച്ച് തന്നു. അവൾക്ക് ആക്ച്വലി എന്നോട് എന്തോ ഒരു ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പിടിച്ചു പോവും. ഇവിടെ ഹീറോയ്ക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടാതെ അവൻ ദേഷ്യപ്പെടും. ഗറിനാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെയോ സംശയം തോന്നും. അവളാണെങ്കിൽ ഇപ്പോ ബെർണോൾഡിനോട് അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കും. ബെർണോൾഡ് ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, നമ്മൾ സൈനികരല്ല, നമ്മൾ യോദ്ധാക്കളാണ്. അത് കേൾക്കുമ്പോൾ അവന് മാർക്കോയെ ഓർമ്മ വരികയാണ്. അവനാണെങ്കിൽ ആ സീൻ അത് ഓർത്ത് കരയാനായിട്ട് തുടങ്ങും. ഇതിലൊന്നും മനസ്സിലാവില്ല സത്യത്തിൽ ഇവർക്ക് എന്താണ്, ഇവന് വട്ടാണോ? അതിന് എയ്മർ പറയും സത്യത്തിൽ അവനിപ്പോ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. അതേ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് അവൻ കോണിയെ അവന് സേവ് ചെയ്തത്. മാത്രമല്ല മതിലുകൾ തകർക്കാനായിട്ട് ഇവിടേക്ക് വന്ന ഈ ഒരു ടൈറ്റൻ മതിലിന്റെ ഉള്ളിൽ ഒരു സൈനികനായി ജോലി ചെയ്ത് ഇപ്പോ അവനാണെങ്കിൽ അവന്റെ ലക്ഷ്യം പോലും മറന്നു പോവുകയാണ്. ആ ഒരു കൺഫ്യൂഷനും ക്ലാഷും ഒക്കെയാണ് അവനെ ഇപ്പൊ ഇങ്ങനെ ഒരു മനോനിലയിലേക്ക് എത്തിച്ചത്. ഇതില് അവന് ഡുവൽ പേഴ്സണാലിറ്റി ആണ്. അത് കേട്ട് ബെർണോൾഡ് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിരാശനായി മുഖം താഴ്ത്തിയിരിക്കുകയാണ്. അതെ, അവന്റെ മുഖം കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എയ്മർ ആണെങ്കിൽ അടിച്ചു പറയും. അത് കേട്ട് ഇപ്പൊ റെയ്നറിനാണെങ്കിൽ കലിയെടുക്കും. നിർത്തിലടി നീ, സ്റ്റോപ്പ് ദ ഫക്ക്. ഹീറോ ആണെങ്കിൽ ഉടനെ ഇപ്പൊ റെയ്നറിനോട് ദേഷ്യപ്പെടും. നിങ്ങളോട് എല്ലാവരോടും ഞാൻ എന്റെ ലൈഫിലുണ്ടായ ആ ദുരന്ത കഥ അത് പറഞ്ഞതല്ലേ. അവറ്റകൾ എന്റെ ഗ്രാമം തകർത്തതും ആ വലിയ ഗേറ്റ് അത് തകർന്ന് എന്റെ വീടിന്റെ മുകളിൽ വീണ് ടൈറ്റൻ എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ അമ്മയെ ഭക്ഷിച്ചതും അതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. ഇത്രയും വലിയ ട്രാജഡി സ്റ്റോറി അത് കേട്ടിട്ടും നിങ്ങൾക്ക് യാതൊന്നും ഫീൽ ചെയ്തില്ലേ? അതിന് ബെർണോൾഡ് പറയും, അത് കേട്ടപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നി. നിങ്ങൾ സൈനികരുമല്ല, യോദ്ധാക്കളുമല്ല, നിങ്ങൾ കൊലയാളികളാണ്, പാവപ്പെട്ട ജനങ്ങളെ ഇല്ലാതാക്കുന്ന കൊലയാളികൾ. അത് കേട്ട് ഇപ്പോഴാണെങ്കിൽ അടിച്ചു പറയും, അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഉടനെ ഹീറോ ആണെങ്കിൽ അതറിയാമെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഡ്രാമ? നിങ്ങൾ കാരണം പലർക്കും നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അത് കേട്ട് ട്രെയിനറാണെങ്കിൽ അവനോട് ചോദിക്കും, നഷ്ടപ്പെട്ടവന് എന്തു ചെയ്യാൻ കഴിയും? ഞങ്ങൾ നിന്റെ കാലിൽ വീണ് മാപ്പ് പറയണോ? അങ്ങനെ പറഞ്ഞ നഷ്ടപ്പെട്ടതൊക്കെ നിനക്ക് തിരികെ കിട്ടുമോ? ഞങ്ങൾ ഒരിക്കലും ഇനി ആ പഴയ ഫ്രണ്ട്ഷിപ്പിലേക്ക് കടന്നു വരില്ല. നിനക്കിങ്ങനെ അലറുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നീ കുറെ കൂടെ അലറും. അത് കേട്ട് ഹീറോ ആണെങ്കിൽ തീർത്തു പറയും, ഞാൻ ഒരു നിഷ്കളങ്കനായിരുന്നു. നിഷ്കളങ്കതയാണ് ഇതിനെല്ലാം കാരണം. ഒരു കാരണവശാലും ഞാൻ ഇനിയും ഒരു മണ്ടനായിട്ട് ഇരിക്കില്ല. ഉറപ്പായാലും ഇവരെ ഞാൻ നരകയാതന അനുഭവിപ്പിക്കും. ഇവരാണെങ്കിൽ ഹീറോയോട് ദേഷ്യപ്പെടും, നീ കൊച്ചു കുട്ടികളെ പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാതിരിക്കേ. റെയ്നർ, എനിക്കിനി അറിയേണ്ടത് ആ കൊരങ്ങൻ ടൈറ്റിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അത് ഞാൻ മനസ്സിലാക്കിയതാണ്. ഹീറോയ്ക്കാണെങ്കിൽ ആ ടൈറ്റിനെ കുറിച്ച് അറിയില്ല. അവൻ ആ ടൈറ്റിനെ കുറിച്ച് ചോദിക്കും. ആ ഒരു ടൈറ്റൻ അതാണ് എല്ലാത്തിന്റെയും ആണിക്കല്ല്. മതിലുകൾക്കുള്ളിലേക്ക് ടൈറ്റൻസിനെ കൊണ്ടുവന്നത് അതാണ്. അതിന്റെ അടുത്തേക്ക് പോകാനാണ് ഇവരും ശ്രമിച്ചത്. അങ്ങനെ പോകാൻ സാധിച്ചാലേ ഇവരുടെ ഗ്രാമത്തിലേക്ക് എത്താൻ കൊണ്ട് കഴിയൂ. എന്താ ഞാൻ പറഞ്ഞത് അത് ശരിയല്ലേ? എയ്മർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലാവും എയ്മറിന് കൂടുതലായിട്ട് ടൈറ്റൻസിനെ കുറിച്ചും ഇവരെ കുറിച്ചും എന്തൊക്കെയോ അറിയാമെന്ന്. എയ്മർ ആണെങ്കിൽ ഇപ്പൊ ഹീറോയോട് പറയും, ഇവരെ കൊന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. നടക്കുന്ന ഈ വലിയ പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് അടങ്ങാൻ പോകുന്നില്ല. അത് കേട്ട് ഹീറോ ആണെങ്കിൽ അവളോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സത്യം പറയും, നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ അതാരാണ്? അതിന് എയ്മർ ആണെങ്കിൽ നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ അത് ശരിക്കും അവരാണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന അതേ സമയം തന്നെ റെയ്നർ ആണെങ്കിൽ അതിനിടയിൽ കയറി സംസാരിക്കും. നമുക്കൊരിക്കലും ഇതൊന്നും തിരുത്താനായിട്ട് കഴിയില്ല. എയ്മർ, നിന്നെ ഇപ്പോ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ക്ഷണിക്കുകയാണ്. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിന്റെ ലക്ഷ്യം അത് ക്രിസ്റ്റയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ്. ഈ കാര്യം ഞാൻ നിന്നോട് പറയുമ്പോൾ നിനക്ക് അത്ഭുതമായിട്ട് തോന്നും. ആക്ച്വലി ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും അതേ ക്രിസ്റ്റയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് തന്നെയാണ്. ഒരുപക്ഷെ ഞങ്ങളെ കൊണ്ട് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ക്രിസ്റ്റയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. അത് കേട്ട് വീണ്ടും നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ ആണെങ്കിൽ അവന്റെ കൺഫ്യൂഷൻ കൂടുകയാണ്. ഈ ലോകത്തിനൊരു ശത്രു ഇല്ല എന്നാണോ ഇവർ പറഞ്ഞു വരുന്നത്? ആ കൊരങ്ങൻ ടൈറ്റൻ അതാരാണ്? എയ്മർ, സത്യം പറയും, നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ ശരിക്കും ആരാണ്? അതിന് എയ്മർ ആണെങ്കിൽ ഹീറോയെ നോക്കി എനിക്കറിയില്ല എന്ന് മറുപടി പറയും. ഹീറോയ്ക്കാണെങ്കിൽ ഏകദേശം എയ്മർ കാലുമാറിയെന്ന് മനസ്സിലാവും. അതേസമയം നമ്മുടെ വേക്കോപ്സ് ടീം അവരവിടേക്ക് കടന്നു വരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.